സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നികുതി പിരിവിൽ വലിയ വീഴ്ചയുണ്ടെന്നും ധനവകുപ്പ് പരാജയമെന്നും പ്രമേയം അവതരിപ്പിച്ച് മാത്യു കുഴൽനാടൻ MLA കുറ്റപ്പെടുത്തി. വേസ് ആൻഡ് മീൻസിൽ സർക്കാർ വരുത്തിയിട്ടുള്ള കട്ട് ഡൗൺ അല്ലെങ്കിൽ അതിന്റെ അകത്ത് കൊണ്ടുവന്ന റെസ്ട്രിക്ഷൻ ആണ്. 25 ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്ന ബില്ലുകൾ മാറാമായിരുന്നു. 10 ലക്ഷം വരെ മതി എന്നുള്ളത് ഇപ്പോൾ പുതിയ ഉത്തരവിലൂടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുക. ഈ പദ്ധതികളുടെ ചെലവും അതുപോലെ തന്നെ ബില്ല് മാറുന്നതും വെട്ടിക്കുറച്ച് കുറുക്കുവഴിയിലൂടെ സമ്പദ്ഘടനയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾ ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. നികുതി പിരിവിൽ സർക്കാരിനുണ്ടാകുന്ന പരാജയം പലയാവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 2020 സ്വർണത്തിൽ ഉണ്ടായിരുന്ന വില ഇപ്പോൾ ഇരട്ടിയായെങ്കിലും സ്വർണത്തിൽ നിന്നും നമ്മൾ പിരിച്ചെടുക്കുന്ന നികുതിയുടെ ഇതിൽ മാത്രം വീണ്ടും അതേപടി നിലനിൽക്കണം. അതിന്റെ അർത്ഥം സ്വർണത്തിന്റെ വിൽപ്പന കുറഞ്ഞു എന്നുള്ളതല്ല, അതിന്റെ അർത്ഥം ഈ നികുതി പിരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അതേസമയം കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണെന്നും പ്രതിപക്ഷം ഇത് കണ്ട് സന്തോഷിക്കുകയാണെന്നും ഭരണപക്ഷം തിരിച്ചടിച്ചു. സാർ, കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കേണ്ടത് 11,143 കോടി, അത് നൽകിയതോ 5,610. ഇനി തരാനുള്ളത് 6,033.28. ഒരു അക്ഷരം പറയുന്നില്ലല്ലോ സാർ. കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോ തരാനുള്ള ആളുകളെ കുറിച്ച് ഒരു വാക്ക് പറയണ്ടേ? അവർ പറയില്ലെന്ന് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടത്തി. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഇപ്പോൾ തന്നെ കേന്ദ്രത്തില് 18 MP സാർ. അവിടെ കേന്ദ്രത്തിന്റെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോൾ ഒരു വർത്തമാനം പറയുന്നുണ്ടോ? അവര് കുത്തിനോവിക്ക് കേരളത്തിനെ എങ്ങനെയാണ് മോശപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ക്ഷയിച്ച തറവാടിന് സമാനമാണ് സംസ്ഥാനമെന്നും ഉഷാറാണ് എന്ന ബഡായി മാത്രമേ ഉള്ളൂവെന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും, ഒന്നിനൊട്ട് കാശ്. ബഡായിങ്ങനെ നമ്മൾ ഉഷാറാണ്. നാട്ടിലൊക്കെ നടക്കുമ്പോൾ ട്രില്യൺ ബില്യൺ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വലിയ വലിയ ബോർഡ്, ട്രില്യൺ ലക്ഷ്യം. എന്നാ പിന്നെ ഈ ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന 4ാമത്തെ അടിയന്തര പ്രമേയമാണ് ഇന്നത്തേത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ വിഷയത്തിലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായി. ധനമന്ത്രി അല്പസമയത്തിനകം മറുപടി പറയുമല്ലോ. എത്രത്തോളം ഗൗരവത്തിൽ ഈ വിഷയം സഭയിൽ ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറിലെ ചർച്ച പരിശോധിക്കുമ്പോൾ? വിജയകുമാർ, സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചർച്ചയാണ് സഭയിൽ നടക്കുന്നത്. പ്രതിപക്ഷ MLA-മാർ ട്രഷറി നിയന്ത്രണവും വികസന പദ്ധതികൾക്ക് പണം ലഭിക്കാത്തതും റോഡ് മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് പണം ലഭിക്കാത്തതും ചൂണ്ടിക്കാണിച്ചാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഗുരുതരാവസ്ഥ സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഭരണപക്ഷമാകട്ടെ സാമ്പത്തിക പ്രതിസന്ധി എന്നതിൽ യഥാർത്ഥ കുറ്റവാളി കേന്ദ്ര സർക്കാരാണ്. അവർക്കെതിരെ പറയാൻ ഈ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. അപ്പോൾ ആരെ സഹായിക്കാനാണ് ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്? അത് കേന്ദ്രത്തെ സഹായിക്കാനാണ് എന്ന ആരോപണമാണ് ആവർത്തിച്ച് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുതരാവസ്ഥ കുറച്ചൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഈ ചർച്ചയിലൂടെ നടക്കുന്നുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ. എങ്കിൽ പോലും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഗൗരവാവസ്ഥ അതേപടി ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ പ്രതിപക്ഷത്തു നിന്നും കാര്യമായി ഉണ്ടാകുന്നില്ല. പ്രധാനപ്പെട്ട നേതാക്കളാരും സംസാരിക്കാനില്ല. ഇന്ന് സംസാരിക്കുന്നതിൽ ഏറ്റവും പ്രതിപക്ഷത്തു നിന്ന് പ്രധാനമായി സംസാരിച്ച PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹമാണ് വളരെ സരളമായി ഈ വിഷയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കരാറുകാർക്ക് കുടിശ്ശിക വിതരണം ചെയ്യുന്നില്ല, മറ്റ് വികസന പദ്ധതികൾക്ക് പണം നൽകുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഭരണപക്ഷം കേന്ദ്രത്തെയാണ് ഇക്കാര്യത്തിൽ കുറ്റം പറയുന്നത്. കേന്ദ്രത്തിൻ്റെ ആവർത്തിച്ചുള്ള ഒരു അവഗണനയാണ് സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. എങ്കിലും ഈ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിനായി. അത് ഈ ഓണക്കാലം കേരളം കണ്ടതാണ് എന്ന് ആണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വിജയകുമാർ. യെസ്, ചർച്ച തുടരുകയാണ്. ധനമന്ത്രി 2 മണിയോടെ അടുപ്പിച്ച് ഇതിന് മറുപടി പറയുകയും ചെയ്യും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് നിയമസഭയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.